നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. പോക്സോ കേസിൽ പെടുന്ന നിരപരാധികൾക്ക് സന്തോഷമേകുന്ന ഒരു വിധിയുമായാണ് കഴിഞ്ഞ ആഴ്ച കേരള ഹൈക്കോടതിയിൽ പോക്സോ കേസിലെ ഒരു വിധി വന്നത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അവർകൾ സൂര്യനെ തഴുകിയുണർത്തും എന്നച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള കൈതപ്രത്തിൻ്റെ വരികളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ആ വിധിന്യായത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു കേസിൽ അച്ഛൻ കൊച്ചുമകളെ പീഡിപ്പിച്ചു, കുഞ്ഞു കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണത്തിന്മേലാണ് ഉത്തരവ് പുറപ്പെട്ടത്. ഇതനുസരിച്ച് 22-ാം വകുപ്പിൽ, പോക്സോ നിയമത്തിൻ്റെ 22-ാം വകുപ്പിൽ നിരപരാധികളായ ആളുകളെ കേസിൽപ്പെടുത്തിയാൽ അവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള വകുപ്പ് ചേർത്തിരുന്നത് ഒന്നുകൂടി ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ. ഈ നിയമപ്രകാരം വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷ എന്നാണ് ഒരാളെ അപമാനിക്കണമെന്നോ അപഹരിക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ മാനഹാനി വരുത്തണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരാളെ 3, 5, 7, 9 എന്നീ പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടത്തിയതായി കളവായി വിവരം നൽകുന്ന പക്ഷം ആ ആളിനെ 6 മാസം വരെ ആകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ നൽകിയ ഈ വിധിന്യായത്തിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നത്, ഇപ്രകാരം വ്യാജ വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കളവായിട്ടാണ് ഒരു പ്രതിക്കെതിരെ കേസെടുക്കപ്പെട്ടത് എങ്കിൽ ആ കേസിൽ വിധിന്യായം പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം തന്നെ പോലീസിന് ആ കോടതി, വിധി ഉത്തരവ് നടത്തിയ കോടതി തന്നെ നിർദ്ദേശം നൽകണം, ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള ഉത്തരവ് നൽകണം എന്നാണ് വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്ന് കണ്ടാൽ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജി തന്നെ വാദിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനുള്ള ഉത്തരവ് കൂടി ആ ജഡ്ജിമെൻറ്റിനോടൊപ്പം പാസ്സാക്കിയിരിക്കണം എന്നുള്ള നല്ലൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ കള്ള കേസെടുത്തു കഴിഞ്ഞാൽ വാദി കള്ളമാണ് പറയുന്നത് എന്ന് അറിഞ്ഞാൽ പോലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. പോക്സോ കേസിലെ അനുഭവ പരിചയം, മുൻപ് നടത്തിയ വിചാരണകളുടെയൊക്കെ കഥ നോക്കിയാൽ പലതിലും പെട്ടുപോകുന്നത് നിരപരാധികളായ പ്രതികളാണ് എന്നുള്ളതാണ്. ഒരേ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വലിയ ശിക്ഷ വരെ നേടിക്കൊടുക്കാവുന്ന വിധത്തിൽ ആ വാദി, അതായത് വ്യാജ പരാതി ഉന്നയിച്ചയാൾ മൊഴി പറയുന്നത് കേൾക്കാം. കഴിഞ്ഞ തവണ വിചാരണയ്ക്ക് വന്ന ഒരു കേസിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് തുല്യയായ കുട്ടിയെ ഒന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നടന്നുപോയ ഒരു പിതൃതുല്യനായ ആളിനെ കേസിൽപ്പെടുത്തിയതായി കാണാനിടയായിട്ടുണ്ട്. അതൊക്കെ ഒടുവിൽ സെറ്റിൽ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ വലിയ ദുരന്തമില്ലാതെ പര്യവസാനിക്കുമായിരിക്കാം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ കളവായി മൊഴി കൊടുക്കുന്ന വാദിക്കെതിരെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. നിലവിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ അതിന് ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിധിന്യായം തന്നെ മനോഹരമായൊരു കവിത പോലെയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കൈതപ്രത്തിൻ്റെ സൂര്യനായി തഴുകിയുറക്കുന്ന ഒരച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള വരികളൊക്കെ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ആ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ പോക്സോ കേസുകളിൽ വ്യാജ പരാതി ഉന്നയിക്കുന്നത്, വ്യാജ മൊഴി കൊടുക്കുന്നത് കുറയും എന്ന് നമുക്ക് ആശിക്കാം.